ശരീരവുമായി ഈ വിലാപയാത്രയിൽ പങ്കെടുത്ത നമ്മുടെ നാട്ടിലുള്ള എല്ലാ ജനങ്ങളോടും ബിജുവിന്റെ കുടുംബത്തെ സംരക്ഷിച്ചാൽ മാത്രമേ നീതി കിട്ടുകയുള്ളൂ. അത് രാജഗിരി ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് ആ നീതി ലഭിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് നമ്മൾ അഭ്യർത്ഥിക്കും. അതുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികളുമായി നമ്മൾ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിലാപയാത്ര ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് കടുങ്ങമംഗലം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് തിരുവാങ്കുളത്തിനടുത്തുള്ള കടുങ്ങമംഗലം സെൻറ്റ് പീറ്റർ ആൻഡ് സെൻറ്റ് പോൾസ് ദേവാലയത്തിൽ. നിലവിൽ പോലീസ് എഫ്ഐആർ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും മൊഴികൾ ചേർത്തിട്ടുണ്ടോ? ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ കൊടുത്തിരിക്കുന്ന പരാതിയിൽ കൃത്യമായ എല്ലാ കാര്യങ്ങളും ബിജുവിൻ്റെ അനിയൻ ബിനു എഴുതി കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഞങ്ങളോട് ബഹുമാനപ്പെട്ട CI പറഞ്ഞത് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും അതിന് ശേഷം മെഡിക്കൽ ടീം, കാരണം പോലീസ് സർജൻ ഉൾപ്പെടെയുള്ള 2 സർജന്മാർ ഉൾപ്പെടെയുള്ള 3 അംഗങ്ങളും അതുപോലെ തന്നെ പോലീസിൻ്റെ ഫോട്ടോഗ്രാഫർ ഉൾപ്പെടെയുള്ള വീഡിയോഗ്രാഫർ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് വന്ന് ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുക. അവരുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഈ കേസ് 304A വകുപ്പ് പ്രകാരമോ അല്ലെങ്കിൽ 304 വകുപ്പിട്ട് കേസെടുക്കുന്നതിന് വേണ്ടിയുള്ള തുടർ നടപടികളിലേക്ക് പോകുമെന്നാണ് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അതിൻ്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നാണ് ബഹുമാനപ്പെട്ട CI ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അനിൽ ജോർജ് ഉണ്ട് വിവരങ്ങളുമായി. അനിൽ, അവർ സമരം അവസാനിപ്പിക്കുകയാണോ? എന്ത് ഉറപ്പിന്മേലാണ് ഇത് അവസാനിപ്പിക്കുകയാണെങ്കിൽ അവസാനിപ്പിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഒരു പ്രതിഷേധ സമരം എന്നതിനേക്കാൾ ഉപരിയായി ഒരു വിലാപയാത്രയായിരുന്നു അവർ ഇവിടെ നടത്തിയത്. ബിജുവിൻ്റെ ഭൗതിക ശരീരവുമായി അവർ ഈ രാജഗിരി ആശുപത്രിയുടെ മുമ്പിലൂടെ ഒരു യാത്ര നടത്തി. ബിജുവിൻ്റെ ഭൗതിക ശരീരം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വിട്ടുകിട്ടാൻ താമസമുണ്ടായിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയായി വൈകുന്നേരത്തോടു കൂടിയാണ് ബിജുവിൻ്റെ ഭൗതിക ശരീരം ഇവിടേക്ക് എത്തിച്ചത്. തുടർന്ന് അവർ ഈ ആശുപത്രിക്ക് മുമ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ ഒരു പന്തലിൽ അല്പസമയം മൃതദേഹം വെക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷേ പോലീസ് അതിന് ഉള്ള അനുമതി നൽകിയില്ല. തുടർന്ന് ആംബുലൻസിൽ തന്നെ ബിജുവിൻ്റെ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്തു. ഈ ആംബുലൻസിലാണ് ബിജുവിൻ്റെ ഭൗതിക ശരീരം അന്തിമോപചാരത്തിനായി ഇവിടെ എത്തിക്കുകയും ചെയ്തത്. തുടർന്ന് മൃതദേഹവുമായി ഈ ചികിത്സാ പിഴവ് സംഭവിച്ച ശസ്ത്രക്രിയക്കിടയിൽ ബിജുവിന് മരണം സംഭവിച്ച രാജഗിരി ആശുപത്രിയുടെ മുൻപിലൂടെ ഒരു വിലാപയാത്രയായി, ഒരു പ്രതിഷേധ യാത്രയായി അവർ മുമ്പോട്ട് പോവുകയും ചെയ്തു. അതിന് ശേഷമാണ് ഇപ്പോൾ ആ പ്രതിഷേധത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവുമായി അവർ നാട്ടിലേക്ക് ചോറ്റാനിക്കരയിലേക്ക് പോവുകയും ചെയ്തത്. ഇനി നാളെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യും. മരണാനന്തര കർമ്മങ്ങൾ നാളെ ഉച്ചയ്ക്ക് 12 മണിയോടെ ആണ് വീട്ടിൽ ആരംഭിക്കുകയും ചെയ്യുന്നത്. വലിയ തോതിലുള്ള വിവിധ നാനാതുറകളിൽ നിന്നുള്ള ആളുകൾ ഇന്ന് പ്രതിഷേധവുമായി ആശുപത്രിക്ക് മുമ്പിൽ എത്തുകയും ചെയ്തിരുന്നു. തനിക്ക് പറ്റിയ ഒരു പിഴവാണ് ഈ ബിജുവിൻ്റെ മരണത്തിന് ഇടയാക്കിയതെന്ന ബന്ധുക്കളോട് രാജഗിരി ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ച സംഭവത്തിൽ മൃതദേഹവുമായി ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധിക്കുകയായിരുന്നു. അതിപ്പോൾ അവർ അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ മൃതദേഹം അടക്കം ചെയ്യും എന്നാണ് അറിയുന്നത്. അനിൽ ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത്.